ഒരു മിനിറ്റ് കേട്ടോ. എന്റെ കവിതയുടെ പേര് പൂച്ചാന്നാ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. പൂന്തോട്ടത്തിന്മേൽ പുരയിൽ പൂച്ച പാല് കുടിക്കുന്നു, കണ്ണുമടച്ച് പാല് കുടിക്കുന്നു. പൂച്ച അങ്ങേ വീട്ടിലെ എലികളെ തിന്നു, ഇങ്ങേ വീട്ടിലെ എലികളെ തിന്നു. ഞാൻ തുടങ്ങിയ സമയത്ത് ഇങ്ങനത്തെ ക്യാമറ ഓൺലൈൻ മീഡിയാസ് ഇല്ലാത്തത് ദൈവത്തിന്റെ അനുഗ്രഹം. കാരണം അല്ലെങ്കിൽ എൻ്റെ ട്രോളുകൾ കൊണ്ട് നിറഞ്ഞ് എൻ്റെ അബദ്ധങ്ങളും വിളിച്ചു പറഞ്ഞ കാര്യങ്ങളും ഒക്കെ എന്തോ ഭാഗ്യത്തിനൊന്നും യൂട്യൂബില്ലാതാണ് ഞാൻ രക്ഷപ്പെട്ട് ജീവിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ കുറെ ട്രോളുകൾ കാരണം ഇന്ന് മലയാളം ഇത്രയും നല്ലൊരു ഇവന്റിന് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രയും നല്ലൊരു ഇവന്റ് ആവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്നായിപ്പോയി. അങ്ങനെ പറഞ്ഞപ്പോ മുമ്പിൽ അനൂപേട്ടൻ ഇരിക്കും, അനൂപ് മേനൻ. അനൂപേട്ടൻ ഇങ്ങനെ കാണിച്ചത് എന്റെ കയ്യിന്ന് പോയി. മൈ ഫസ്റ്റ് ഇന്റർവ്യൂസിൽ ഞാൻ വന്നിരുന്നതും തല കുത്തി മറിഞ്ഞ് ഞാൻ താഴെ വീണിട്ടുണ്ട്. അത് ഭാഗ്യത്തിന് അപ്പൊ തന്നെ എല്ലാവരും ക്യാമറയൊക്കെ മാറ്റി എന്നെ രക്ഷിക്കാനൊക്കെ വന്നു. അല്ലെങ്കിൽ ഇന്നാണെങ്കിൽ അത് ഇപ്പോഴും ഞാൻ ഒരൊറ്റ വീട്ടിൽ ഞാൻ വീണ് കടന്നു. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. സോ അനോമി എന്ന് പറയുന്ന മൂവി ഫെബ്രുവരി 6 തിയേറ്റേഴ്സിലേക്ക് വരുവാണ്. ആൻഡ് അതിന്റെ വിശേഷങ്ങളുമായിട്ട് വി ഹാവ് ദ ആക്ടർ, പ്രൊഡ്യൂസർ ഭാവന ആൻഡ് ഓൾസോ ഷെബിൻ ബെൻസൺ. ഹലോ. നോർമലി ക്യാരക്ടർ പോസ്റ്റേഴ്സ് കാണാറുണ്ട്, അല്ലെങ്കിൽ കമ്മിങ് ഡേയ്സിന് ബിഫോർ ഇത് കാണാറുണ്ട്. നിങ്ങളുടെ ഒരു പോസ്റ്റേഴ്സിന്റെ ഒരു 2 days in 3 days കമ്മിങ് 4 days കമ്മിങ്ങിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. അതിന്റെ ആക്ച്വലി ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ഡയറക്ടർ റിയാസ് മാറാത്ത്. റിയാസ് ആണ് ഈ ഒരു എർത്ത്, പിന്നെ എന്താണ് എയർ, വാട്ടർ എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ 5 daysന്റെ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. യാ, ആൻഡ് ഇതൊരു ഡാർക്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ടുവേർഡ്സ് എൻഡ് ഓഫ് ദ മൂവി ഒരു ചെറിയ ഒരു സൈഫൈ എലമെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റും കൂടി നമ്മൾ അതിനകത്തത് നമ്മുടെ ആ ഒരു ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 5 elements എന്നുള്ള ഒരു കാര്യം. അത് മറ്റേ ചെറിയ ഒരു എലമെന്റ് ആണ് ഈ സൈഫൈൻ്റെ നമ്മുടെ പടത്തിൽ. അത് ടച്ച് ചെയ്ത് പോകുന്നു, പക്ഷെ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളപ്പോൾ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇത് പിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ രണ്ടുപേരും ബ്രദർ ആൻഡ് സിസ്റ്റർ ആയിട്ടാണ്, സാറ ആൻഡ് സിയാൻ. അപ്പോൾ ആക്ച്വലി നമ്മൾ നോർമലി എൻ്റെ എപ്പോഴും ഈ ബ്രദർ സിസ്റ്റർ കോമ്പിനേഷനിൽ കസിൻസ് ഒക്കെ റിലേഷൻ വരുമ്പോൾ പണ്ട് ബാംഗ്ലൂർ ഡേയ്സിൻ്റെ സമയത്ത് ഡയറക്ടർ ഇവരെ മാറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിലൊരു സിങ്ക് വരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞെപ്പോഴും കേൾക്കും. ഇവരെ ബാംഗ്ലൂർ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഈ റാപ്പോ ജെല്ലാവാൻ വേണ്ടിയിട്ട് ഇതിന് മുന്നേ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടായിരുന്നു, അതോ നിങ്ങൾ പെട്ടെന്ന് സെറ്റ് ആയോ ബ്രദർ സിസ്റ്റർ? ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ എൻഡിക്കാക്കൊക്കെ ഒരു പ്രേമം ഉണ്ടായിരുന്നു, അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അഭിനയിക്കുന്നത് അല്ലാതെ ആണെങ്കിൽ ഞങ്ങൾ അറിയാം, ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കുന്ന ആൾക്കാരാണ്. സോ അത് കാരണം അങ്ങനെ ഒരു സിങ്ക് ആവാനുള്ള ടൈം ഒന്നും വേണ്ടി വന്നില്ല. അതെ, എനിക്ക് ഓൾറെഡി ഇവനോട് ഒരു ബ്രദർലി അതുണ്ട്. അപ്പൊ എനിക്ക് ചേട്ടനാണല്ലോ, എനിക്ക് അനിയന്മാരും അനിയത്തികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എനിക്കുണ്ട്. അപ്പൊ ഓൾറെഡി അത് കാരണം അങ്ങനെ ടൈം എടുത്ത് സിങ്ക് ആവേണ്ട ഒന്നും ആവശ്യം വന്നിട്ടില്ല. നമ്മൾ ഈ ക്യാരക്ടർ ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇവനായിരുന്നു. അപ്പൊ ആ സമയത്ത് ഷെബിന് എന്തൊക്കെയോ ഷൂട്ടും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അത് ഓക്കെ. പക്ഷെ ഇടയിലും അത് ഇവൻ കുറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ, ഇവൻ മൾട്ടിപ്പിൾ പ്രോജക്ട്സുകൾ ചെയ്യുന്നവര്. ഇനി സത്യങ്ങൾ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് അങ്ങനെ ടൈം ഒന്നും എടുക്കേണ്ടി വന്നില്ല. ഞങ്ങളെ റാപ്പോ ഒക്കെ വലിയ പ്രോജക്ട്സുകൾ വരെ ആവുമ്പോൾ ചിലപ്പോൾ ഡേറ്റ് ഒക്കെ നമ്മൾ വിചാരിച്ച പോലെ. എല്ലാം കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഭാവനനെ മീറ്റ് ചെയ്യുന്നത്, ഇന്റർവ്യൂവിന് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, ഓഫീസിൽ നിന്ന് പോരാൻ നേരത്തെ ഇങ്ങനെ എല്ലാവരോടും പറയും ഭാവനയാണ് ഇന്റർവ്യൂ, ഭാവനയാണ് എല്ലാവരും അത് ചോദിക്കുന്നത്. മീൻസ് ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ എടുക്കുന്നത്, അതുകൊണ്ട്. അപ്പൊ എല്ലാവരും ചോദിച്ച ഒന്ന്, ഭാവനയ്ക്ക് പൂച്ചകളോടുള്ള ഇഷ്ടം. ബിക്കോസ് പൂച്ചകളുടെ ഒരു പാട്ട് കിടന്ന് കറങ്ങുന്നുണ്ട്, കാണാമോ? കണ്ടിട്ടുണ്ടോ? ഇത് ഞാനൊരു കവിത ഉണ്ടാക്കിയതും, മീൻസ് ഭാവന ഒരു കവിത ഉണ്ടാക്കിയിരുന്നു, അത് മ്യൂസിക് ഒക്കെ ഇട്ട് AI പാട്ട് വരെ ആയിട്ട് വന്നു. കണ്ടില്ല? കണ്ടിട്ടില്ല? വളർത്താൻ അനുവദിക്കരുത്. അത് വളർത്താൻ ആ പാട്ട് കറങ്ങി ഇപ്പൊ അത് AI പൂച്ചകൾ കയറി പാട്ട് പാടുന്ന ലെവലിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. എന്റെ കവിതയുടെ പേര് പൂച്ചാന്നാ. പൂന്തോട്ടത്തിന്മേൽ പുരയിൽ പൂച്ച പാല് കുടിക്കുന്നു, കണ്ണുമടച്ച് പാല് കുടിക്കുന്നു. പൂച്ച അങ്ങേ വീട്ടിലെ എലികളെ തിന്നു, ഇങ്ങേ വീട്ടിലെ എലികളെ തിന്നു, പിന്നെ കായ വറുത്തതും തിന്നു.
അത് ആക്ച്വലി എന്ന് വെച്ചാൽ AI DJ ആക്കി മാറ്റിയത്. അപ്പൊ ഇത് അറിഞ്ഞിട്ടില്ല അല്ല, ഞാനാണ് ഫസ്റ്റ് ടൈം കാണിക്കുന്നത്. ഇത് വന്ന് ഇപ്പളാ കാണുന്നത്. അത് കൊള്ളാം, അത് രസമുണ്ട്. ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈശ്വരാ, ഇത് ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നേ? ഇത് ഫസ്റ്റ് ടൈം കാണുന്നത്. അയ്യോ, ഞാനിതിന്റെ ഇതൊന്നും എടുക്കട്ടെ. അത് കൊള്ളാം. പൂച്ചകൾ കൂട്ടത്തോടെ വന്നെ കടിച്ചു കീറി കൊല്ലും. കവിതയുടെ പേര് പൂച്ച. ഇത് ആക്ച്വലി ഞാൻ പൊതുവെ ഒരു ആനിമൽ ലവറാണ്. പക്ഷെ എനിക്ക് പൂച്ചകളെക്കാൾ ഇത്തിരി കൂടുതൽ ഇഷ്ടം പട്ടികളോടാണ്. പക്ഷെ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ, ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കൊരു പൂച്ചയായിരുന്നു പെറ്റ്. ഞാൻ ഏറ്റവും ആദ്യത്തെ പെറ്റ് പൂച്ചയാണോ? എനിക്ക് അതിന് മുമ്പ് ഒരു കുഞ്ഞു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ തീരെ ചെറുത്, എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ കുറച്ച് വലുതായപ്പം ഞാൻ കീണെടുത്തൊക്കെ നടക്കുന്ന ഒരു പൂച്ച, അത് എനിക്ക് വേണ്ടി വാങ്ങിച്ച പൂച്ച എന്നല്ല, ഞങ്ങളുടെ വീടിന്റെ അവിടെ നടക്കണ പൂച്ചയാണ്. അതിനെടുത്തുകൊണ്ട് നിർബന്ധിച്ച് വീട്ടിനകത്ത് കൊണ്ട് ഇരുത്തി ഞാൻ അത് നിർബന്ധിച്ച് കൊടുത്ത് നിർബന്ധിച്ച് പാല് കൊടുത്ത് പൂച്ചയ്ക്ക് ഫ്രീ ആയിട്ട് ഓടി നടക്കണ പൂച്ചയാണ്. അത് എന്റെ പൂച്ചയാണ്. ഞാൻ തന്നെ സ്ഥാപിച്ച് ഞാൻ വലിച്ച് വീടിനകത്ത് കൊണ്ടുവച്ച് എന്റെ കൂടെ ഉറങ്ങാൻ പാടുള്ളൂ, എന്റെ കൂടെ ഇരിക്കാൻ പാടുള്ളൂ. പൂച്ചനെ മെന്റലി ടോർച്ചർ ചെയ്ത് പൂച്ച എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കാത്തിരിക്കായിരിക്കും. എനിക്ക് അതിനെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം ഇഷ്ടം കൂടിയിട്ട്. അപ്പൊ ആ സമയത്ത് വെച്ചാൽ പട്ടി എന്ന് പറയുമ്പോ നമ്മുടെ വീട്ടിലൊരു അപ്പൊ റെസ്പോൺസിബിൾ, ഇപ്പൊ എനിക്ക് നോക്കാറായിട്ടില്ല, അതുകൊണ്ട് അപ്പൊ വാങ്ങിച്ചിട്ട് അതിന് മുമ്പായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ വന്നൊരു പൂച്ചയാണത്. ഞാൻ അവിടെ നിന്ന് ഒരു കവിത അങ്ങോട്ട് എഴുതി എഴുതിയതാണ്. അപ്പൊ എനിക്ക് പൊതുവെ എനിക്ക് എല്ലാ മൃഗങ്ങളും ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കുറച്ച് ഒരു പൊടി ഞാൻ കുറച്ച് ഡോഗ് ലവറാണ്. ഇത് ഞാനിപ്പോ ആദ്യമായിട്ടാണ് കാണുന്നത്. DJ ഒക്കെ കഴിഞ്ഞു, പൂച്ച DJ മൂഡിലേക്ക്. അതേപോലെ തന്നെ വേറെ ഉണ്ട്. മീൻസ് ഞങ്ങൾ തന്നെ പണ്ടെങ്ങോ നടത്തിയ ഒരു മീൻസ് പോരാൻ നേരത്തെ ഇങ്ങനെ ചോദിക്കുമല്ലോ. അപ്പൊ പറഞ്ഞ ഈ ചിരിച്ചു തുടങ്ങിയ അല്ല, ഇതിന് പിന്നിലൊരു കഥയുണ്ട്. അത് ഞാൻ റാണി എന്ന് പറഞ്ഞ ശങ്കരാമകൃഷ്ണന്റെ പടത്തിന്റെ ലോഞ്ചിന് വേണ്ടി പോയതാണ്. അവിടെ ട്രെയിലർ ലോഞ്ചാണെന്ന് തോന്നുന്നു. അപ്പോ ഇത്രയും നല്ലൊരു ഇവന്റിന് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രയും നല്ലൊരു ഇവന്റ് ആവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്നായിപ്പോയി. അങ്ങനെ പറഞ്ഞപ്പോ മുമ്പിൽ അനൂപേട്ടൻ ഇരിക്കും, അനൂപ് മേനൻ. അനൂപേട്ടൻ ഇങ്ങനെ കാണിച്ചത് എന്റെ കയ്യിന്ന് പോയി. അപ്പൊ ശിശുരാ, ഞാൻ അബദ്ധ, കാരണം ഇങ്ങനെ ഒരു നല്ല ഇവന്റ് ആവും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് നെഗറ്റീവ് ആണ്. അത് ഞാൻ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നോക്കിയപ്പോ അനൂപേട്ടൻ അവിടെ കിടന്നോണ്ട് ഇങ്ങനെ ഇത് കാണിച്ചതും എന്റെ കയ്യിൽ നിന്ന് പോയാൽ ചിരി വന്ന് പിന്നെ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. ഞാനാ ചോദിക്കാൻ, ചിരി വന്നിട്ട് വല്ല അമ്മളി ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഇതിന് മുന്നത്തെ കഥ അതാണ് എനിക്ക് അവിടെ ചിരി വരാൻ കാരണം. പക്ഷെ അത് മാത്രം ഇടുമ്പോൾ ആൾക്കാർ എനിക്ക് വരാന്നാണ്. പക്ഷെ ശരിക്കും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിരി അഫ്കോഴ്സ് എനിക്ക് ഇപ്പം ബാക്കി നമുക്ക് ദേഷ്യം വന്നാൽ കൺട്രോൾ ചെയ്യാം, കരച്ചിൽ വന്നാൽ കൺട്രോൾ ചെയ്യാം. ചിരി വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ചിരി വരുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ആണ്, പക്ഷെ ഞാൻ ചിരിക്കാൻ പാടില്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരാളുടെ മുഖത്ത് ഞാൻ നോക്കൂല. ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ നോക്കാനും നോക്കിക്കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് പോകുന്നത് എനിക്കറിയാം. അത് അന്ന് അറിയാതെ അനൂപേട്ടനെ നോക്കിപ്പോയതുകൊണ്ടാണ് ചിരി വന്നത് ആ ഫംഗ്ഷന്. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഞാനാണല്ലോ കാണിച്ചത് പൂച്ചയുടെ കാര്യം. ഇതാണ് പണ്ടത്തെ പ്രൊമോഷൻസ് നമ്മൾ മിസ് ചെയ്യുന്നത്. കാരണം അത് അവിടെ നടക്കുന്നത് അവിടുത്തെ ആൾക്കാരെ അറിയുള്ളൂ. ഈ മൊബൈൽ എല്ലായിടത്തും എല്ലാം വീഡിയോയിൽ വരുന്ന തന്നെ എല്ലാം പുറത്തു വരും. അവിടെ ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ നമ്മളിന് വേണ്ടി വൺ ഓഫ് ദ മൈ ഫസ്റ്റ് ഇന്റർവ്യൂസിൽ ഞാൻ വന്നിരുന്നതും തല കുത്തി മറിഞ്ഞ് ഞാൻ താഴെ വീണിട്ടുണ്ട്. അത് ഭാഗ്യത്തിന് അപ്പൊ തന്നെ എല്ലാവരും ക്യാമറയൊക്കെ മാറ്റി എന്നെ രക്ഷിക്കാനൊക്കെ വന്നു. അല്ലെങ്കിൽ ഇന്നാണെങ്കിൽ അത് ഇപ്പോഴും ഞാൻ ഒരൊറ്റ വീഴുന്നത് ഞാൻ വീണ് കടന്ന്. ഞാൻ തുടങ്ങിയ സമയത്ത് ഇങ്ങനത്തെ ക്യാമറ ഓൺലൈൻ മീഡിയാസ് ഇല്ലാത്തത് ദൈവത്തിന്റെ അനുഗ്രഹം. കാരണം അല്ലെങ്കിൽ എന്റെ ട്രോളുകൾ കൊണ്ട് നിറഞ്ഞ എന്റെ അബദ്ധങ്ങളും വിളിച്ചു പറഞ്ഞ കാര്യങ്ങളും ഒക്കെ എന്തോ ഭാഗ്യത്തിനൊന്നും യൂട്യൂബില്ലാതെ കാരണം ഞാൻ രക്ഷപ്പെട്ട് ജീവിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ കുറെ ട്രോളുകൾ കാരണം ഇന്ന് മലയാളം. ഒരു ചെറിയ സെഗ്മെന്റ് ഉണ്ട്. ഒരു മലയാളം മൂവി നിങ്ങൾ എത്ര പ്രാവശ്യം കണ്ടാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ബോറടിക്കില്ല, അങ്ങനെ ഒരു മൂവി. മീൻസ് ഏതെങ്കിലും ഒരു വൺ, ഇഫ് യു ആർ ചൂസിങ് വൺ.
കുറേ ഉണ്ട് കാണാൻ. ഒരിക്കലും ബോറടിക്കാത്ത മലയാളം പോയി പെട്ടെന്ന് ഞാൻ പറയാം, മേ ബി മനാർ മത്തായി സ്പീക്കിംഗ് അല്ലെങ്കിൽ കിലുക്കം ഒന്നും എനിക്ക് അങ്ങനെ ബോറടിക്കില്ല. ഓക്കെ, ഷിപ്പിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കങ്ങനെ പെട്ടെന്ന് മലയാള സിനിമ തന്നെ. ആ മലയാളം ഏത് വേണമെങ്കിലും പറഞ്ഞോ. എന്നാ പോട്ടെ, മലയാളം ഞാൻ ചോദിച്ചത്. എനിക്ക് എന്റെ ഒരു സിനിമ ഇഷ്ടം, ഇടുക്കി ഗോൾഡ്. ഇടുക്കി ഗോൾഡ് ഞാൻ എത്ര കണ്ടാലും മടുക്കില്ല. അല്ല, എനിക്കിങ്ങനെ ഇതിങ്ങനെ കാലം കഴിയുന്തോറും അതിങ്ങനെ കുറച്ചുകൂടി വീര്യം കൂടി വരും എന്ന് പറയുന്നത് വൈൻ പോലെയാന്ന് പറയുന്നത്. ഓക്കെ, ഒരു മലയാള ഫിലിം ഡയലോഗ് നിങ്ങൾ മേ ബി എന്നും മിക്ക ദിവസവും ഉപയോഗിക്കുന്നതായിരിക്കും ലൈഫിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ എന്തായാലും ഉണ്ടാവും. അതൊക്കെ ഉണ്ട്, എന്നാലും എന്താ ഒരു സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം? ഞാൻ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുന്നത് മെഷീൻ ഔട്ട് കംപ്ലീറ്റ് അതൊക്കെ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ കുറേ ഉണ്ട്. അശോകൻ ക്ഷീണമാവാം, അശോകൻ ലേശ ക്ഷീണാവാം. ഇനി മേ ബി ഒരു ആക്ടർ ഓർ ആക്ട്രസ് ജസ്റ്റ് ആളുടെ വൈബ് കാരണം നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു വൈബ് ഉണ്ടല്ലോ, നമുക്ക് സെറ്റിലൊക്കെ സമയം ഒരു വൈബ് കിട്ടുമല്ലേ, അഭിനയിക്കുമ്പോൾ ഒക്കെ കിട്ടുമല്ലോ. എനിക്ക് ഈ പുള്ളിയുടെ അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ വൈബ് കാരണം എനിക്ക് ഒന്നോടെ കൂടെ അഭിനയിക്കണം എന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ഒരാളുണ്ടോ? ഒന്നല്ല വേണി 2-3 പേരെ പറയണം. നിങ്ങൾക്ക് അങ്ങനെയാ പ്രശ്നം. ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെങ്കിൽ ഷെബിൻ ഇങ്ങനെ ആലോചിക്കാം, എനിക്ക് പണി തരാനാണോ? ഞാൻ കുറച്ചുകൂടി എനിക്ക് ആക്ടേഴ്സ് തന്നെ പറയണം. എനിക്ക് അമലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം എപ്പോഴും ഭയങ്കര രസമാണ് വർക്ക് ചെയ്യാൻ. എനിക്കങ്ങനെ വൈബ് നോക്കിയിട്ടല്ല കേട്ടോ. എനിക്ക് പൊതുവെ അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ടേ ഇല്ല, അയ്യോ ഇയാളുടെ വൈബ് അടിപൊളി അപ്പൊ എനിക്ക് ഒന്നുകൂടി അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നമ്മളായിട്ട് തന്നെ നല്ല വൈബ് ഉണ്ടാക്കിയെടുക്കും അല്ലേ. പിന്നെ അങ്ങനെയാണ്. നടികർ അങ്ങനെ ഒന്നായിരുന്നു അല്ലെ? ഭയങ്കര ലൗഡായിരുന്നു നിങ്ങൾക്ക് നടികർ. പക്ഷെ എനിക്ക് അധികം ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ പ്രൊമോഷൻ ടൈമിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കണ്ടത്. ഹണി ബി തൊട്ടിട്ട് ജീനും ടീമും എന്നൊക്കെ പറയണത് എനിക്ക് എന്റെ ആൾക്കാരെ പോലെയാ. എടാ പോടാ അങ്ങനത്തെ സംഭവമാണ്. അത് സിനിമയിൽ വരുന്ന ഷൂട്ടിങ്ങിന് വരാതെ ജീൻ കാര്യം കളിച്ച് വെച്ചാൽ ഷോട്ടിന്റെ സമയത്ത് അവൻ ഭയങ്കര സീരിയസ് ആട്ടോ. പക്ഷെ അവരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ ഞാൻ എന്റെ വീട്ടിലേക്ക് വന്ന പോലത്തെ ഒരു ഫീലാണ്. അങ്ങനത്തെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആ ഒരു ഞങ്ങളുടെ ഹണി ബി ടീം ഉണ്ടല്ലോ, അതപ്പോ നടികളിൽ വരുമ്പോഴും ഈവൻ ടോവി സോബിൻ ചേട്ടനൊക്കെ ആണെങ്കിലും നമുക്ക് നന്നായി പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് ആ ഒരു വൈബ് ഉണ്ട്. പക്ഷെ എനിക്ക് അധികം ഡേയ്സ് ഉണ്ടായിരുന്നില്ല നടികളിൽ. ഇതിൻ്റെ ഇടയിൽ വൺ തിങ്, നമ്മുടെ പ്രൊഡ്യൂസറിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും ഉണ്ടായിരുന്നു. ഇപ്പോൾ CJ റോയ് സാറിൻ്റെ ഇത് ഹൗ ഡു യു റിമെമ്പർ? അദ്ദേഹം ആക്ച്വലി 2025 നമ്മുടെ മൂവിയിൽ ഒരു എമൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ടി സീരീസ് വന്നപ്പോൾ അങ്ങനത്തെ ടി സീരീസ് ടേക്ക് ഓവർ ചെയ്ത ഞാൻ മുൻപ് വല്ല ഇവന്റ്സിലോ മറ്റോ കണ്ടിട്ടുണ്ടാവുന്നല്ലാതെ ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ല അദ്ദേഹത്തിന്റെ അടുത്ത്. പക്ഷെ ഇറ്റ്സ് എ വെരി സാഡ്, ഇറ്റ്സ് എ വെരി ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ അപ്പാർട്ട് ഫ്രം ദ മൂവി ഞാൻ ഭാവനനെ എപ്പോൾ കണ്ടാലും ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. നമ്മൾ പറയില്ലേ envious എന്ന് പറയുന്ന സംഭവം, നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ എനിക്കറിയില്ല എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ശില്പ ബാല, മൃദുല മുരളി, നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടല്ലോ, നിങ്ങൾ ആക്ച്വലി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെയാ മീറ്റ് ചെയ്തത്? നിങ്ങൾ ഇത്രയും ജെല്ലായത് എങ്ങനെയാ? നിങ്ങൾ എല്ലാത്തിലും ഒരുമിച്ചപ്പോഴും ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഞാനും രമ്യയും പണ്ടോട്ടേ അറിയാം. പക്ഷെ പിന്നീട് ഇവൻച്വലി ആണ് ഞങ്ങൾ ഇത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആവുന്നത്. ഞാൻ മുൻപ് രമ്യ ഒരു ചാനലിൽ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഞാൻ ആ ചാനലിൽ ഗസ്റ്റ് ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. ആ സമയത്ത് രമ്യ അങ്ങനെ മൂവീസും രമ്യം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പം അറിയുമെങ്കിൽ പോലും വളരെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലോസ് ആവുന്നത്. പിന്നെ ശില്പയും മൃദുലയും ഓൾറെഡി ഫ്രണ്ട്സ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ അവർ രണ്ടുപേരുമാണ് എന്നെ വിളിച്ച് ഒരു മൂവി കണ്ട് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചിട്ട്. മൃദുല പണ്ട് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ TV ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, അന്ന് എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. മറ്റേ ശില്പ അതുപോലെ ആഗതൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും ശില്പയുടെ അടുത്ത് പറയുമായിരുന്നു, ശില്പയുടെ വർത്തമാന രീതി എവിടെയൊക്കെയോ കാണുമ്പോൾ ഭാവനയുടെ പോലെയാണ്. അപ്പം ഞങ്ങൾ 2 ഫിലിംസ് അപ്പുറത്തും ഇപ്പുറത്തും ഷൂട്ട് ചെയ്തു. ഹാപ്പി ഹസ്ബൻഡ്സും ആഗതനും ഷൂട്ട് ചെയ്യുന്നത് തൊട്ടപ്പുറത്ത് വീട്ടിലായിരുന്നു. അവിടെ വെച്ച് ഞാൻ ശില്പനെ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ പിന്നെ എപ്പോഴും ശില്പയും മൃദുല എന്നെയായിട്ട് സംസാരിച്ച് ഞങ്ങളൊരു കണക്ഷൻ വന്നു. ഷഫ്ന എന്നെ ഒരു പ്രോഗ്രാമിന് വെച്ച് കണ്ട് എന്നെ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചിട്ട് കോണ്ടാക്ട് നമ്പർ എടുത്ത് അങ്ങനെ കൂട്ടായതാണ്. പിന്നെ സായനോര ഞാനും ഒരു 1 month ഷോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് സായനോരയും ഞാനുമായിട്ട് കണക്ഷൻ. അപ്പം ഞാൻ ശില്പയും മൃദുലയും ഞാനുമായിട്ട് കണക്ഷൻ ആയപ്പോൾ രമ്യനെയും ഷഫ്നേനെയും സായനോരനെയും ഞാൻ അതിനകത്ത് ഓടിച്ചിട്ടു. അപ്പം എനിക്ക് പണി പറഞ്ഞല്ലോ. പക്ഷെ അവരൊക്കെ ലക്കിലി ജെല്ലായി. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ആയത്. അതേപോലെ തന്നെ ഞാനിപ്പോൾ മുന്നേ ഷിപ്പിനോട് ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നു. നമ്മൾ പണ്ടൊക്കെ മലയാളികൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ എപ്പോഴും ഒരു ആക്ടർ ആരാണ്, ഹീറോ ആരാണെന്ന് നോക്കും. പിന്നെ ഡയറക്ടർ നോക്കി തുടങ്ങിയ ഒരു കാലം വന്നു, റൈറ്റർ നോക്കി തുടങ്ങിയ കാലം വന്നു. ഇപ്പോൾ വെച്ചാൽ പ്രൊഡക്ഷൻ വരെ നോക്കി തുടങ്ങിയ ഒരു കാലം. ഈ പ്രൊഡക്ഷനാണോ
നമുക്ക് അങ്ങനെ പറയുന്ന ഒരു കാലം വരെ വന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ആസ്പെക്റ്റിലാണ് കാണുന്നത് ഇന്നത്തെ മലയാള സിനിമ? എനിക്ക് അങ്ങനെയൊന്നും നോക്കാറില്ല കേട്ടോ. ഞാനെല്ലാം കാണാറുണ്ട്. അതായത് എനിക്ക് സമയമായിട്ട് ഞാൻ എല്ലാം കാണാറുണ്ട്. ചിലപ്പോ പുതിയ ഡയറക്ടേഴ്സ് ആയിരിക്കും മാജിക് ഉണ്ടാക്കുക. അതുകൊണ്ട് ഡയറക്ടർ ഇന്ന ആളാന്ന് നോക്കലൊന്നും ഇപ്പൊ ഇല്ല. ഈവൻ പ്രൊഡക്ഷൻ ആണെങ്കിലും ഒക്കെ. പിന്നെ ആർക്കും ഗ്യാരണ്ടി ഇല്ല. പിന്നെ ഹീറോയുടെ ആണെങ്കിൽ 100% ഹിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഡയറക്ടർ ആണെങ്കിൽ 100, ആർക്ക് വേണമെങ്കിലും പാളാം. അത് നമുക്കൊരു ഇക്വേഷൻ ഇല്ല. നല്ല സിനിമകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾ ചിലപ്പോൾ ഒരു ഫ്ലോപ്പ് ചെയ്യാം. കുറേ ഫ്ലോപ്പ് ചെയ്ത ഒരാൾ ചിലപ്പോൾ ഒരു കിടലൻ പടം, അത് ഒന്നും നമുക്ക് പറയാൻ പറ്റും. നമുക്കങ്ങനെ എനിക്കങ്ങനെ ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ ഒരു പടം കാണുമ്പില്ല. ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്തിട്ടോ ഇത് അയാളുടെ പടമല്ലേ കൊള്ളു, അങ്ങനെ ഞാൻ ആലോചിക്കാറില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അതെ, പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ പടം അങ്ങനെയാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ നോക്കാറില്ല. ലൈഫിൽ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അവർക്കിപ്പോൾ എന്നെ പോലെ വെറുതെ ഇരുന്ന് രാവിലെ തൊട്ട് രാത്രി വരെ കുറെ സിനിമ കാണാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ അവര് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ നോക്കിയായിരിക്കും കാണുന്നത്. പക്ഷെ ഞാൻ ഷെബിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നത്, പോരുന്ന വഴിക്ക് പറയുന്നത്, ഷെബിൻ ചെയ്തേക്കുന്ന റോൾസ് ഉടനീളമായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ റോൾസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവുന്ന കുറെ റോൾസ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് ഇന്ന് ഇവിടെ വന്ന് ഷെബിന്റെ ഒരു പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ ഒരു ടെക്നിക്കൽ സൈഡ് എവിടെയോ കിടക്കുന്ന പോലെയും തോന്നി. ഷെബിന് കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. ഷെബിൻ എങ്ങനെ പോകുന്നു മൂവി അഭിനയം അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ്? ഹൗ ഡു യു സീ മൂവി? ഞാൻ വിസ്കോം ആണ് പഠിച്ചത്. ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു പഠിച്ചത്. ഇങ്ങനെ ചോദ്യം ചോദിച്ചോണ്ടോ, എനിക്ക് ആദ്യം ഫോട്ടോഗ്രാഫർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ബിഹൈൻഡ് ദി സീൻസ് ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞ ആഗ്രഹം. പക്ഷെ പിന്നെ സിനിമകൾ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം പക്ഷെ ഒരു കാസ്റ്റിംഗ് കോളിൽ അങ്ങനെ അയച്ചു കൊടുത്തു, ഫേസ്ബുക്കിൽ കണ്ടു. അങ്ങനെയാണ് എനിക്ക് ഇടുക്കി കോളിലൊക്കെ അവസരം കിട്ടിയത്, ഓഡീഷൻ വഴി. അപ്പം എനിക്ക് ടെക്നിക്കൽ സൈഡ് ഭയങ്കര ഇഷ്ടമാണ്. അത് അറിഞ്ഞിരിക്കണമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലേ കാര്യമുള്ളൂ. നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് നിൽക്കണ്ടേ കാര്യങ്ങൾ. പിന്നെ ഇപ്പം എന്താ പറയുക, ഇതിൻ്റെ ക്വാളിറ്റി. ഇപ്പം ഞാൻ ലീഡായിട്ടുള്ളൊരു പടം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനകത്ത് അങ്ങനെ അഭിനയത്തിൽ ഫോക്കസ് ചെയ്തിരുന്നു. പക്ഷെ ബാക്കിയുള്ള കാര്യത്തിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ആ പടം ആരുമില്ലായിരുന്നു പടം കാണാൻ. തിയേറ്ററിൽ ഞാൻ ഒറ്റയ്ക്ക് 10 പേര് ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ കണ്ടേ. പക്ഷെ ആ എക്സ്പീരിയൻസ് ഒക്കെ എന്താ പറയുക, എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിച്ചു. ഇതേപോലെ നമ്മളെല്ലാം ശ്രദ്ധിക്കണം. ഒരു കഥ തിരഞ്ഞെടുക്കുമ്പം അല്ലെങ്കിൽ എന്ത് സിനിമേൻ്റെ ഭാഗമാവണം, എങ്ങനത്തെ സിനിമയായിരിക്കണം ചെയ്യണ്ടേ. ഞാൻ പിന്നീട് മനസ്സിലായത്, ഞാൻ ജനങ്ങൾ കാണുന്ന സിനിമയിൽ ഭാഗമായിട്ടേ കാര്യമുള്ളൂ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ആണെങ്കിലും 100 കോടി അടിച്ച പടങ്ങളിലൊക്കെ എനിക്ക് ഭാഗമാകാൻ പറ്റും. അത്ര ആൾക്കാർ എന്നെ കണ്ടു. എനിക്ക് എൻ്റെ മുഖം ജനങ്ങൾ തിരിച്ചറിയണമെന്നുണ്ടായിരുന്നു. അതേപോലെ അർജുൻ റെഡ്ഡിയുടെ ആനിമലിന്റെ ഒക്കെ മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ. അതൊരു ഹൈപ്പുള്ള ഒരു ഫാക്ടറാണ് അല്ലേ? ഹൗ ഡിഡ് ഹീ കം ഇൻ ടു ദിസ്? അപ്പം അത് കാരണം അതൊരു സൈഫൈ ത്രില്ലർ ആണെന്ന് പറയുമ്പോൾ ആളുടെ മ്യൂസിക് ഒക്കെയാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്. അത് നിങ്ങളൊക്കെ കണ്ടു കാണും, നിങ്ങൾ അതിന്റെ പ്രോസസ്സിലുണ്ടായിരിക്കും. ഹൗ ഡസ് ഇറ്റ് വർക്ക്? എങ്ങനെയുണ്ട്? ഹർഷവർദ്ധൻ ആക്ച്വലി റിയാസും ആദിത്തും കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ട്രൈ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആനിമൽ റിലീസായ സമയത്ത് ഞങ്ങളെല്ലാവരും ഭയങ്കര ഇംപ്രസ്ഡ് ആയി. ആനിമൽ ആൽബം പടവും കണ്ടിട്ട് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട്. കാരണം അത് കുറേ കേറ്റവർക്കുള്ളൊരു ഫിലിമാണ്. അത് ഏകദേശം 3.5 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ ആ സിനിമ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിടിച്ച് കൊണ്ടുപോകുന്നതിൽ മ്യൂസിക്കിന് വലിയൊരു പാർട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ വൈ നോട്ട് നമ്മൾ ഹർഷവർദ്ധന് ഒരു ഓപ്ഷനൊക്കെ. അപ്പോൾ തന്നെ നമ്മൾ നമുക്ക് താങ്ങൂല, ഭയങ്കര അങ്ങനെ ഇങ്ങനെ അത്. പക്ഷെ എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള പോലെ ആദിത്തും റിയാസും കൂടിയിട്ട് ചെന്നൈയിൽ പോയി ആളെ കണ്ടു. ഭയങ്കര കുറേ കമ്മിറ്റ്മെൻറ്റ്സ് അവർക്ക്. അപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി തന്നെ ഒരുപാട് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ട ആൾക്കാരായതുകൊണ്ട് അയ്യോ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളെ എടുത്ത് വെച്ച സീൻസ് കാണിച്ചു കൊടുത്തപ്പോഴാണ് ആള് ഭയങ്കര ഇംപ്രസ്ഡ് ആയത്. നമ്മളെടുത്ത പോർഷൻസ് കഴിഞ്ഞപ്പോൾ അത് കണ്ട് ഇതിനൊരു ഭാഗമാവണം എന്ന ആള് തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ട് എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കൊരു ഭയങ്കര ഒരു വിന്നായിരുന്നു. താങ്ക് യു.